ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗ്രാമ്പൂവും കറുവാപ്പട്ടയും കൂടി പൊടിച്ചെടുത്തതാട്ടത്. ഈ ഒരു പൊടി വെച്ചത് നമുക്ക് പല്ലിയെയും ഉറുമ്പിനെയും കൊതുകിനെയും ഒക്കെ നമുക്ക് എങ്ങനെ പോക്കാം എന്നതാണ് പറയുന്നത്. അപ്പൊ പട്ടയും ഗ്രാമ്പും മാത്രമാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രമേ പൊടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിലേക്ക് ഇനി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ. ഒരല്പം ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഏത് വിനാഗിരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ. സിന്തറ്റിക് വിനീഗറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്, ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം മതി, വളരെ കുറച്ച് മതി, ഇത്രയും മതി കേട്ടോ. ഇപ്പം തന്നെ ഒരു പറയുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേരുമ്പോൾ തന്നെ ഒരു പതയുന്നൊരു സൗണ്ടൊക്കെ കേൾക്കാം. നമുക്ക് ഒരല്പം തിളപ്പിച്ച് ആറിയ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രാണി, പല്ലി, പാറ്റ എന്നിവയുടെ രൂക്ഷ ശല്യങ്ങളെ ഒഴിവാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് അതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഈ സ്പ്രേ ബോട്ടിലേക്ക് നമുക്കൊന്ന് ഇത് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ അരിച്ചൊഴിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു അരിപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അരിച്ചൊഴിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചണ്ടി ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എവിടേക്ക് അടയ്ക്കാം എന്നത് പറഞ്ഞുതരാം. നമ്മുടെ റൂമിലുള്ള കർട്ടനിൽ ഒക്കെ സാധാരണ കൊതുകൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് കൊതുകൊന്നും അധികം വന്ന് നിൽക്കാറില്ല. കർട്ടനിലാണല്ലോ കൂടുതലും കൊതുകും പ്രാണിയൊക്കെ ചുറ്റി കൂടുക. പ്രത്യേകിച്ച് കർട്ടനൊക്കെ നമ്മളൊരു കൊല്ലത്തിലൊരു 3-4 വട്ടമെങ്കിലും കഴുകി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും പണി കിട്ടും. അപ്പോൾ കൂടുതലും കൊതുക് പ്രാണിയൊക്കെ വരുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അലമാരയുടെ മാത്രമല്ല സോഫയുടെ ഒക്കെ ഈ ഒരു ദിക്കിലൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലായി പ്രാണികളൊക്കെ രാത്രിയിൽ നിന്നും പുറത്തു വരാം, കൊതുകൊക്കെ. അതുപോലെ നമ്മുടെ വാഷ് ബേസിലൊക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലൊക്കെ, കിച്ചൻ്റെ സിങ്കിലൊക്കെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. സിങ്കിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് പുറത്തേക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഉള്ളിൽ നിന്നൊക്കെ പ്രാണികളും പാറ്റുകളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പല്ലികളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ബൾബിന്റെ കരികില് ഈ ഭിത്തികളിലൊക്കെ ആണ് കൂടുതലും പല്ലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. കൗണ്ടർ ടോപ്പിനും അതുപോലെ തന്നെ കുറച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പ്രാണികളെ ശല്യമൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ.